രണ്ടാം ലോക മഹായുദ്ധകാലം മുതൽക്കിങ്ങോട്ട് റഷ്യയുടെ ഉയർത്തെഴുന്നേൽപ്പ് അവിശ്വസനീയമാണ്. അമേരിക്കയടക്കം ഏതൊക്കെ ശക്തികൾ ഒന്നിച്ചു വന്നിട്ടും റഷ്യയുടെ രോമത്തിൽ പോലും തൊടാൻ ഒരു ശക്തിക്കും കഴിഞ്ഞിട്ടില്ല. പ്രത്യേകിച്ച് വ്ളാഡിമിർ പുടിൻ അധികാരത്തിലെത്തിയതു മുതൽ ആയുധ നിർമ്മാണ രംഗത്ത് ശ്രദ്ധ കേന്ദ്രീകരിച്ച റഷ്യ ഇന്ന് ലോകത്തെ ഒന്നാമത്തെ ആണവശക്തി കൂടിയാണ്. റഷ്യക്കെതിരെ കളിക്കാനിറങ്ങിയ യുക്രൈന് അടിതെറ്റിയതും ഇത്തരം ആയുധബലം കൊണ്ടാണ്. പുത്തൻ സാങ്കേതിക വിദ്യയിൽ അവതരിപ്പിക്കുന്ന ആയുധങ്ങൾ സൗഹൃദ രാജ്യങ്ങൾക്ക് വിൽക്കുന്നതിലും റഷ്യ പിന്നോട്ടില്ല. ആയുധ നിർമ്മാണ രംഗത്ത് സ്വയം പര്യാപ്തതയിലേക്ക് കടക്കുന്ന ഇന്ത്യ പോലും ഈ റഷ്യൻ ആയുധങ്ങളുടെ ഗുണഭോക്താക്കളാണ്. ഇപ്പോഴിതാ യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ നാറ്റോയുടെ ആയുധങ്ങളെ നിശേഷം തകർക്കുന്ന ആയുധം എയ്റോ ഇന്ത്യയിൽ പ്രദർശിപ്പിച്ചിരിക്കുകയാണ് റഷ്യ. ലാൻസെറ്റ് ഇ എന്ന് നാമകരണം ചെയ്യപ്പെട്ടിരിക്കുന്ന ലോയിറ്ററിംഗ് മ്യൂണിഷൻ സംവിധാനമാണ് എയ്റോ ഇന്ത്യയിൽ റഷ്യ അവതരിപ്പിച്ചത്. നിലവിൽ യുക്രൈനെതിരായ ആക്രമണങ്ങളിൽ റഷ്യയുടെ കുന്തമുനയാണ് ലാൻസെറ്റ് ഇ. 51E, 52E എന്ന ഗൈഡഡ് മ്യൂണിഷൻ കാരിയറുകൾ, Z-16E എന്ന നിരീക്ഷണ ഡ്രോൺ എന്നിവയടങ്ങുന്നതാണ് ലാൻസെറ്റ് സംവിധാനം. റഷ്യൻ കമ്പനിയായ സല എയ്റോ ഗ്രൂപ്പാണ് ഇത് വികസിപ്പിച്ചത്. കലാനിഷ്കോവ് തോക്കുകൾ നിർമ്മിക്കുന്ന കമ്പനിയുടെ ഉപസ്ഥാപനമാണ് സല എയ്റോ ഗ്രൂപ്പ്. യുക്രൈനെ സഹായിക്കാനായി നാറ്റോ രാജ്യങ്ങൾ നൽകിയ ആയുധങ്ങളിൽ 45% നശിപ്പിച്ചത് ഈ ആയുധമാണ്. അമേരിക്കൻ നിർമ്മിത M777 എസ്ലൈറ്റ് ഹോവിറ്റ്സർ പീരങ്കികൾ, പോളിഷ് ക്രാഫ്റ്റ് സെൽഫ് പ്രൊപ്പൽഡ് ഗൺ സിസ്റ്റം, നാറ്റോ രാജ്യങ്ങൾ നൽകിയ റഡാറുകൾ, വ്യോമ പ്രതിരോധത്തിനായി സ്ഥാപിച്ചിരിക്കുന്ന സർഫസ് ടു എയർ മിസൈൽ സംവിധാനങ്ങൾ, യുക്രൈൻ നാവികസേനയുടെ അറ്റാക്ക് ബോട്ടുകൾ എന്നിവയൊക്കെ ലാൻസെറ്റിന്റെ ആക്രമണത്തിന് മുന്നിൽ നിഷ്പ്രഭമായി. കോടികൾ വരുന്ന നാറ്റോയുടെ 45% വരുന്ന ആയുധ സഹായത്തെയും നിർമ്മാണ ചെലവ് കുറഞ്ഞ ഈ ആയുധം ഉപയോഗിച്ചാണ് റഷ്യ തരിപ്പണമാക്കിയത്. മാത്രമല്ല, ലാൻസെറ്റിന് മെയിൻ ബാറ്റിൽ ടാങ്കുകളെ വരെ നിഷ്പ്രഭമാക്കാൻ സാധിക്കുമെന്നാണ് റഷ്യ അവകാശപ്പെടുന്നത്. ജർമ്മനിയുടെ ലെപ്പേർഡ് എന്ന മെയിൻ ബാറ്റിൽ ടാങ്കിനെ ഉൾപ്പെടെ ആക്രമിക്കാൻ ഇതിന് സാധിക്കും. 2022 യുദ്ധം തുടങ്ങിയതിനു ശേഷം റഷ്യക്ക് ഏറ്റവും കൂടുതൽ മുൻതൂക്കം നൽകിയ ആയുധമേതെന്ന് ചോദിച്ചാൽ അത് ലാൻസെറ്റ് ആണെന്ന് പറയാം. സഞ്ചരിക്കുന്ന ടാങ്കുകൾ പോലെയുള്ള ലക്ഷ്യങ്ങൾ വരെ കൃത്യമായി ആക്രമിച്ച് തകർക്കാൻ ഇവയ്ക്കാകും. ലാൻസെറ്റിന്റെ ഭാഗമായുള്ള നിരീക്ഷണ ഡ്രോണാണ് ആക്രമിക്കാനുള്ള ലക്ഷ്യങ്ങൾ കണ്ടെത്തുക. ലക്ഷ്യങ്ങൾ നിർണയിച്ചു കഴിഞ്ഞാൽ മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗതയിൽ പറന്നു വരുന്ന 51E, 52E എന്നീ ലോയിറ്ററിംഗ് മ്യൂണിഷൻ അഥവാ കാമിക്കസെ ഡ്രോണുകൾ ഇവയിലേക്ക് ഇടിച്ചു കയറും. ലക്ഷ്യത്തിലേക്ക് ഇവ പറന്നു വരുന്നതിനേക്കാൾ 1.5 ഇരട്ടി വേഗതയിലാണ് ഇടിച്ചു കയറുക. ഇലക്ട്രോണിക് വാൽഫെയർ സംവിധാനങ്ങളുടെ പ്രതിരോധത്തെ പോലും മറികടക്കാൻ ഇവയ്ക്ക് സാധിക്കുമെന്നാണ് അവകാശവാദം. മെയിൻ ബാറ്റിൽ ടാങ്കുകളുടെ അതിശക്തമായ കവചങ്ങളെപ്പോലും തളഞ്ഞു കയറി സ്ഫോടനം നടത്താനുള്ള കഴിവാണ് ലാൻസെറ്റിനെ വ്യത്യസ്തമാക്കുന്നത്. 30 സെന്റിമീറ്റർ ആഴത്തിൽ വരെ ഇവയ്ക്ക് തുളഞ്ഞു കയറാൻ സാധിക്കും. വളരെ താഴ്ന്നു പറക്കുന്നതിനാൽ ഇവയെ മിക്കപ്പോഴും റഡാറുകൾക്ക് തിരിച്ചറിയാൻ സാധിക്കാറില്ല. പരമാവധി 80 കിലോമീറ്റർ ദൂരെയുള്ള ലക്ഷ്യങ്ങളാണ് ഇവയുപയോഗിച്ച് ആക്രമിക്കുക. അതിനാൽ തന്നെ വളരെ ചെറിയ ദൂരത്തിൽ നിന്ന് അതിവേഗത്തിലെത്തുന്ന ഇവയെ കണ്ടെത്തി പ്രതിരോധിക്കാനുള്ള സമയം പലപ്പോഴും യുക്രൈൻ സേനയ്ക്ക് ലഭിക്കാറുമില്ല. അപൂർവം ചില ലാൻസെറ്റ് ഡ്രോണുകൾ വെടിവെച്ചിടാൻ യുക്രൈൻ സേനയ്ക്ക് സാധിച്ചിട്ടുണ്ടെങ്കിലും അവ ഉണ്ടാക്കിയ നാശനഷ്ടങ്ങൾ നോക്കിയാൽ റഷ്യക്ക് ഇതെന്തുകൊണ്ടും ലാഭമാണ്. ഇന്ത്യയിൽ ഇതിനെ അവതരിപ്പിച്ചത് ആയുധ കരാർ പ്രതീക്ഷിച്ചാണെന്നാണ് വിലയിരുത്തൽ. ഇന്ത്യ ഇത്തരം ലോയിറ്ററിംഗ് മ്യൂണിഷനുകളുടെ ശ്രേണി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വാങ്ങാൻ താല്പര്യമുള്ള രാജ്യങ്ങൾക്ക് അവ സ്വന്തമായി ഉണ്ടാക്കാനുള്ള സാങ്കേതിക വിദ്യ കൈമാറ്റമടക്കമുള്ള പാക്കേജാണ് റഷ്യ വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഇന്ത്യൻ വിപണി ലക്ഷ്യമിട്ടുള്ള പാക്കേജാണെന്ന് വ്യക്തം. ഇതിനോട് ഇന്ത്യ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. ഏതാണ്ട് 500ഓളം ആയുധ സംവിധാനങ്ങളാണ് ഇത്തവണ റഷ്യൻ പ്രതിരോധ കമ്പനികൾ എയ്റോ ഇന്ത്യയിൽ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യയുമായുള്ള തന്ത്രപരമായ ബന്ധം ശക്തിപ്പെടുത്താനുള്ള ഉദ്ദേശ്യം റഷ്യ പലകുറി വെളിപ്പെടുത്തിയിട്ടുമുണ്ട്.